UAE-യിൽ സ്വദേശിവൽക്കരണവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഊർജിതമാക്കിയ അധികൃതർ 2022 നിയമം നടപ്പായി ഇതുവരെ 1000-ഓളം കമ്പനികൾ എമിറേറ്റൈസേഷൻ നിയമങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചതായി അധികൃതർ അറിയിച്ചു. 2023 നവംബർ മുതൽ 100-ലധികം കമ്പനികൾ നിയമം ലംഘിച്ചെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അരുൺ പാറാട്ട് ദുബായിൽ നിന്ന് ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. സ്വദേശിവൽക്കരണവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇവിടെ അധികൃതർ ശക്തമാക്കിയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ 1000-ഓളം സ്വകാര്യ കമ്പനികൾ UAE-യിൽ ഈ എമിറേറ്റൈസേഷൻ നിയമങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചുവെന്നാണ് അധികൃതർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ മുതൽ മാത്രം 100-ലധികം കമ്പനികളെയാണ് ഇത്തരത്തിൽ സ്വദേശിവൽക്കരണ നിയമം ലംഘിച്ചതെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യാജമായി 1660 സ്വദേശികൾക്ക് നിയമനം നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കമ്പനികൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. UAE പൗരന്മാരെ നിയമിക്കുന്നതിനുള്ള നാഫിസ് പ്രോഗ്രാമിൽ നിന്ന് ഇവർക്ക് ഇനി സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. അതോടൊപ്പം തന്നെ 20,000 മുതൽ 1,00,000 ദിർഹം വരെ പിഴയും ഇത്തരം കമ്പനികൾ നേരിടേണ്ടി വരും. അതോടൊപ്പം ഇവർ നൽകേണ്ട സർവീസ് ഫീസും കുത്തനെ ഉയർത്തിയിട്ടുണ്ട് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സ്വദേശിവൽക്കരണ നടപടികൾ കൂടുതൽ ശക്തമാക്കുകയാണ്. കമ്പനികൾക്കെല്ലാം തന്നെ മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള പരിശോധനാ നടപടികൾ നടക്കുന്നത്. UAE-യിൽ 50 ജീവനക്കാരിൽ കൂടുതലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഓരോ വർഷവും 2% സ്വദേശികളെ നിയമിക്കണമെന്ന നിയമം നേരത്തെ തന്നെ പ്രാബല്യത്തിലായിരുന്നു. ഇതിനു പുറമെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 20 മുതൽ 49 വരെ ജീവനക്കാരുള്ള സ്വകാര്യ ചെറുകിട സ്ഥാപനങ്ങളിലും സ്വദേശിയെ നിയമിക്കണമെന്ന നിർദ്ദേശമാണ് ഈ വർഷം ആദ്യം മുതൽ നിലവിൽ വന്നത്. 14 മേഖലകളിലാണ് ഈ ഒരു നിയമം നടപ്പാക്കുന്നത്. ഈ വർഷം ഒരു സ്വദേശിയെയും അടുത്ത വർഷം വീണ്ടും ഒരു സ്വദേശിയെ കൂടെ നിയമിക്കണമെന്നാണ് തീരുമാനം. ഇതോടെ 2 വർഷത്തിനകം 24,000-ഓളം സ്വദേശികൾക്ക് ഇത്തരം ചെറുകിട സ്ഥാപനങ്ങളിൽ ജോലി ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. മലയാളികളുടെ അടക്കം ഉടമസ്ഥതയിലുള്ള നിരവധി കമ്പനികൾക്ക് ഈ ഒരു തീരുമാനം ബാധകമായിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ നിയമം നടപ്പാക്കാത്ത കമ്പനികളെ കണ്ടെത്താനുള്ള പരിശോധന നടപ്പാക്കുന്നത്. ചെറുകിട കമ്പനികൾക്കെല്ലാം മുന്നറിയിപ്പ് എന്ന രീതിയിൽ തന്നെയാണ് ഇത്തരം പരിശോധനകൾ നടക്കുന്നത്. കഴിഞ്ഞ വർഷം തീരുമാനം നടപ്പാക്കാത്ത കമ്പനികൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സ്വദേശിവൽക്കരണം ആരംഭിച്ച ശേഷം 19,000-ലധികം കമ്പനികൾ ഈ എമിറാത്തുകൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. 92,000-ഓളം ഇവിടെയുള്ള ആളുകളാണ് ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നത്. 2022 ഇത് 50,000 ആയിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും നിശ്ചിത ശതമാനത്തേക്കാൾ കൂടുതൽ ആളുകൾക്ക് ജോലി നൽകുന്ന സ്വകാര്യ കമ്പനികൾക്ക് വലിയ തോതിലുള്ള ആനുകൂല്യങ്ങളും നൽകി വരുന്നുണ്ട്. എന്തായാലും സ്വദേശിവൽക്കരണ നടപടികൾ കൂടുതൽ ഊർജിതമാക്കുകയാണ്. സ്വദേശിവൽക്കരണ നടപടികൾ നടപ്പാക്കാത്ത കമ്പനികളെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങളും പരിശോധനകളും ഊർജിതമാക്കുകയാണ് SKN. അരുൺ പാറാട്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു.